വിജയെ അഭിനന്ദിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. പിന്നെ വിജയ് ഏറെ ജാഗ്രത കാണിക്കേണ്ട സമയമാണെന്നും, അതായത് അതിവേഗം ഉയർത്തിയ നേതാക്കളെ അതേ വേഗത്തിൽ മറന്നു കളഞ്ഞ കഥകളും ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. മറ്റാർക്കെങ്കിലും ഇട്ടുള്ള കുത്താണോ അതോ സ്വയമുള്ള കുത്താണോ എന്ന് മനസ്സിലായില്ല. രാഹുൽ മാങ്കൂട്ടം ആയതുകൊണ്ട് തന്നെ വളരെ വേഗം വളർന്നവരെ ഈ പറയുന്ന പോലെ അതിനകത്തൊരു ക്രാബ് മെന്റാലിറ്റി എന്നുകൊണ്ട് പറയുന്ന ഒരു സാധനം ഉപയോഗിച്ചിട്ടുണ്ട്. വലിയ കാര്യം അതൊക്കെ. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വേഗം ഉയർന്നു വന്ന ഒരു നേതാവാണ്. നമുക്കറിയാവുന്ന പോലെ ചാനൽ ചർച്ചകളാവാം. ഒരിക്കൽ വി ഡി സതീശൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ അധികാരം ഉണ്ടാക്കാനും ഏറ്റവും കൂടുതൽ അധികാര സ്ഥാനങ്ങളിലേക്ക് നുഴഞ്ഞു കയറാനുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വലിയ നേതാക്കന്മാരുടെ പെട്ടി പിടിക്കുക എന്നുള്ളതാണെന്ന്. ഇങ്ങനെ പെട്ടിപിടിക്കലും കാര്യങ്ങളും ഒക്കെ ഈ പറയുന്ന ചാനൽ ചർച്ചകൾ ഒക്കെ കൊണ്ടാണ് പലരെയും സന്തോഷിപ്പിക്കുകയും അവരുടെ ഇംഗിതത്തിനനുസരിച്ച് നിൽക്കുകയും ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു നേതാവ് ഉണ്ടായത് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ടാണല്ലോ വലിയ രാഷ്ട്രീയമായി പ്രവർത്തിച്ച് വലിയ പ്രവർത്തന പരിചയമൊന്നും അവകാശപ്പെടാനില്ലെങ്കിൽ കൂടിയും പാലക്കാട് പോലെ ഒരു മണ്ഡലത്തിൽ നിൽക്കാനും ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ നേടിക്കൊണ്ട് അവിടെ ശക്തമായ ഒരു വിജയം കരസ്ഥമാക്കാനും രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു യുവജന പ്രക്ഷോഭങ്ങളിൽ എവിടെയും ശക്തമായ സാന്നിധ്യമായി ഒരു ജനകീയ സമരത്തിൽ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടിട്ടില്ല. ഒരു ജനകീയ പ്രക്ഷോഭങ്ങളിൽ എവിടെയെങ്കിലും ഇപ്പോൾ ഏതെങ്കിലും ഒരു വിഷയം എടുത്ത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് സർക്കാരിനെതിരായി അതിശക്തമായി പടനയിച്ച ഒരു ചരിത്രം രാഹുൽ മാങ്കൂട്ടത്തിന് അവകാശപ്പെടാനില്ല. എന്നിരുന്നിട്ട് കൂടി രാഹുൽ മാങ്കൂട്ടം നമ്മൾ അറിയപ്പെടുന്ന ഒരു നേതാവായി മാറി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വി ഡി സതീശൻ പറഞ്ഞ കാരണങ്ങളിലേക്ക് തന്നെ നമുക്ക് പോകേണ്ടി വരും. ആ ചിലരെ അനുനയിപ്പിച്ച് നിർത്താനും പലരുടെ ഒപ്പം നടക്കാനും പലരെ പോലെ അനുകരിക്കാനും ഒക്കെ ശീലിച്ചതിന്റെ ഫലമായിട്ട് തന്നെയാണ് പലപ്പോഴും പല നേതാക്കന്മാരും ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം സതീശൻ തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതൊരു പക്ഷേ കെ സിയെ കുറിച്ചാവാം, ഇതിനു മുമ്പ് തന്നെ കെ സിയെ കുറിച്ച് പറഞ്ഞതാവാം, ഇനി അതല്ല കരുണാകരന്റെ പിന്നാലെ നടന്ന രമേശ് ചെന്നിത്തല ആളായതിനെ കുറിച്ചാവാം, ഉമ്മൻചാണ്ടിയെ കുറിച്ചാവും, എ കെ ആന്റണിയെ കുറിച്ചും, അങ്ങനെ ആരെ കുറിച്ചും ആകാം. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ദ്രാവിഡ സംസ്കാരത്തിന്റെ ഭാഗമായി തമിഴ്നാട് എന്ന് പറയുന്നത് ശക്തമായ ഒരു കേന്ദ്രം തന്നെയായിരുന്നു. അവിടെ നമുക്കറിയാവുന്ന പോലെ നിരവധി ആയ ആൾക്കാർ, കരുണാനിധിയാകട്ടെ ജയലളിതയാവട്ടെ എന്ന് പറയുന്ന പോലെ ശക്തരായ നിരവധി മുഖ്യമന്ത്രിമാരെ കണ്ട ഒരു ചരിത്രം കൂടിയുള്ള ഒരു വലിയ ദ്രാവിഡ മണ്ണ് തന്നെയാണ് തമിഴ്നാടിൻ്റെത്. അക്കാര്യത്തിലൊന്നും ആർക്കും യാതൊരു സംശയമില്ല. പക്ഷെ രാഹുൽ പറഞ്ഞു വെക്കുന്നത് ഉത്തരവാദിത്വത്തോടുകൂടി വലിയ ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. കാര്യം എടുത്ത് ഉയർത്തിയവർ തന്നെ, അല്ലെങ്കിൽ ഉയർത്തി കഴിഞ്ഞാൽ വളരെ വേഗം താഴേക്ക് പോകാനുള്ള സാധ്യതയും ഇതിനകത്തുണ്ട് എന്ന്. ഇതൊരു സെൽഫ് ഗോളാണ്. കാരണം അത്രയും ഉയരത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു നേതാവ് വളരെ വേഗമാണ് താഴേക്ക് വീണത്. താഴേക്ക് വീണെന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ എന്തൊക്കെയോ വലിയ സംഭവമാണെന്നും പാർട്ടിയിൽ നാളെ, അതായത് ഈ 2026 മന്ത്രിസഭ അധികാരമേൽക്കുമ്പോൾ അതിലൊരു മന്ത്രിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാകും എന്നുവരെ ഇവിടെ വലിയ തോതിലുള്ള പ്രചരണം നടന്ന സമയമായിരുന്നു.